ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ ആ ഉമ്മയോടുള്ള വിനയത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഒരു പണ്ഡിതൻ, പഴയ കാലത്ത് മുൻഗാമികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, അയാളിങ്ങനെ ദർശനത്തോണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്, ദർശനത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഉമ്മ വിളിച്ചു. ഉമ്മ ഒരു സാധാരണക്കാരിയ ഉമ്മയാണ്. ഉമ്മ വിളിച്ചു, ഇന്നയാൾ നീ ഇങ്ങോട്ട് വരി. എന്തിനാണ്? അവിടെ കോഴിയുണ്ട്, കോഴിക്ക് തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞു. ഉമ്മാക്കറിയില്ല ഈ ഇരിക്കുന്ന ദർസും ഈ വിദ്യാർത്ഥികളൊക്കെ വലിയൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഉമ്മാക്കറിയില്ല. ഉമ്മ വിളിക്കുകയാണ്, നീ വരി, അവിടെ തീറ്റ കൊടുക്കാനുണ്ട്, അവിടെ കോഴി കാത്തിക്കുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആളോട് ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ വർത്താനം കേട്ട് അവിടെ പോയി ആ കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത് തിരിച്ചു വന്നു എന്നാണ്. അല്ലാതെ ഇവിടെ ഞാൻ വലിയ ദർശനം നടത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളൊരു കോഴി എന്ന് പറഞ്ഞില്ല. മറിച്ച് അവർ ആ കാര്യം, കാരണം അവർക്ക് അവരുടെ വർത്താനത്തിൽ നമുക്കറിയാം അവർക്ക് എന്തുമാത്രം ആ വിഷയത്തിൽ അറിവ് കുറവായിരിക്കും, അല്ലേ? ഉമ്മക്ക് അറിവ് കുറവ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദർസ് നടക്കുമ്പോൾ ഒരു പണ്ഡിതനോട് ഒരിക്കലും തന്നെ അവിടെ വന്ന് അത് ചെയ്യുമെന്ന് പറയില്ല, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ആത്മീയത്തായിരിക്കും, ഒരു സാധാരണക്കാരിയായിരിക്കും, ഒരു നാടൻ ഉമ്മയായിരിക്കും. അവർ ആ നിഷ്കളങ്കമായി ആ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ പോലും ഉമ്മയെ അവൻ അദ്ദേഹം എന്ത് ചെയ്യാണ്? ധിക്കരിക്കാതിരിക്കണം. അത് അവരുടെ ഫിഖ്ഹാണ്. അവർ മനസ്സിലാക്കി, ഞാനിവിടെ ചെയ്യുന്ന ഈ കാര്യത്തിനേക്കാളും എനിക്ക് പുണ്യമുണ്ടാകും ഞാൻ ഉമ്മയോട് വിനയം കാണിച്ച്, ഞാൻ വലിയ പണ്ഡിതനാണ്, എന്നോടാണോ ഈ പറയുന്നത്, നിങ്ങൾ ഉമ്മയാണെങ്കിൽ ഞാൻ വലിയ പണ്ഡിതനല്ലേ എന്നല്ല, മറിച്ച് ഞാൻ ഉമ്മയെ അനുസരിക്കേണ്ടവരാണ് എന്ന് പറയാണ്. അതേപോലെ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരം മജ്ലിസുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഉപ്പയൊക്കെ കൂടെ ഉണ്ട് എങ്കിൽ നമ്മളൊരിക്കലും ഉപ്പ അങ്ങനെ അധികം പഠിച്ച ആളൊന്നുമല്ല, ഉപ്പ എവിടെ ബാക്കിൽ എവിടെ ഇരിക്കട്ടെ എന്നല്ല, നമ്മളോടൊപ്പം തന്നെ നമ്മൾ കൂടെ തന്നെ ഇരിക്കുകയും അങ്ങനെ ആളുകൾക്ക് മുന്നിൽ നമ്മുടെ ഉപ്പയൊക്കെ നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവരോടുള്ള വിനയം കാണിക്കുന്നതിൻ്റെ ഭാഗമാണ്. അല്ല നമ്മളൊരു അഹങ്കാരികളായിട്ട് നമ്മൾ വലിയ കിബറിനായിട്ടാണ്, ഉപ്പ ഒരു സാധാരണക്കാരൻ, ഉപ്പ ഇങ്ങനത്തെ സദസ്സിലൊന്നും കൊണ്ടുവരാൻ പറ്റൂല എന്ന മനോഭാവം നമുക്ക് ഉണ്ടാവരുത്. ചിലപ്പോൾ ചെറിയ കുട്ടിയൊക്കെ അങ്ങനെ ഉണ്ടാവും. ഉപ്പക്ക് ഇങ്ങനത്തെ മോഡേൺ കാര്യങ്ങളൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഉപ്പ ഒരു പഴഞ്ചനാണ്. ഉപ്പ നല്ല ഷർട്ടും പാൻറ്റും ധരിക്കലും, ഉപ്പ ഇങ്ങനെ മുണ്ടും ഒരു സാധാരണ പാൻറ്റും ഒരു ഇസ്തിരിടാത്ത ഷർട്ടൊക്കെ ഇടുന്നതാണ്. അതെൻ്റെ ഉപ്പയാണെന്ന് തന്നെ പറയുന്നത് ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ ഉപ്പ എന്ന് പറയുമ്പോൾ അവനൊരു കൺസെപ്റ്റ് ഉണ്ട്, അവൻ എവിടെയൊക്കെ സിനിമയിലൊക്കെ കണ്ട പോലത്തെ നല്ല കോലത്തിലുള്ള ആളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരാളെ മതിയേനും എൻ്റെ ഉപ്പ എന്നാണ് ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. മറിച്ച് നമ്മൾ ചെറുതായ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് നമുക്ക് ചെയ്തു തന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് ദുനിയാവിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കളോട് കാണിക്കുന്ന നന്ദികൾ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അള്ളാഹിനോട് പറയുന്ന ബാധ്യതകളോടൊപ്പം എടുത്ത് പറയുന്നത്. കാരണം മനുഷ്യൻ നന്ദി കെട്ടവരാകുന്ന നേരെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത്രയും ചെയ്തു തന്നിട്ട് അവസാനം ആ മാതാപിതാക്കളോട് കയർക്കുക, ആ മാതാപിതാക്കളോട് മോശമായി പെരുമാറുക. അതേപോലെ തന്നെയാണ് റബ്ബിൻ്റെ കാര്യത്തിലും നമുക്ക് സംഭവിക്കുന്നത്. അള്ളാഹുവാണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത്, എന്നിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥ ആളുകൾക്കുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.